ഇടത്തെ കൈകൊണ്ട് ഗി ഡേ ഡേ ക ഡേ ക എണ്ണ പറഞ്ഞ് ഇടഞ്ഞു കൊട്ടുന്ന ഘട്ടം എന്നാണ് അതിന് പറയുക. ഇടഞ്ഞു കലാശമെടുക്കുന്ന ഘട്ടം എന്നാണ് അടുത്ത ഘട്ടത്തിന് പറയാം. അവിടെ ഇത് തന്നെയാണ് താളവും നിലയൊക്കെ ഇത് തന്നെയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കലാശമെടുക്കുമ്പോൾ മാത്രമാണ് മാറ്റമുള്ളത്. കലാശത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നേരത്തെ നന്ന ഗിഡ് ഡെ ഗണ്ണക്ക നന്ന ഗിഡ് ഡെ ഗണ്ണക്കാൻ പറഞ്ഞിട്ട് നേർഗോൽഘട്ടം നിലയിലേക്ക് കടന്ന ആ ഒരു താളവട്ടം മാറും. അവിടെ ഇടത്തെ കൈകൊണ്ട് ഊന്നി വരുന്ന ഇടഞ്ഞു കൊട്ടുന്ന ഒരു നിലയിലേക്കാണ് അവിടെ വരിക. അത് കഴിഞ്ഞിട്ടുള്ള ഉരുളുകോല് കലാശത്തിലത്തെ ഇടകോല് ഒഴിവാകും. ഈ മാറ്റമാണ് അവിടെ ഉള്ളത്. ഒന്ന് നമുക്ക് ആ ഭാഗം ഒന്ന് ഞാൻ ആദ്യം ഒന്ന് താളം പിടിച്ച് പറയാം, എന്നിട്ട് കൊട്ടാം. ഡെ ഗം നക്ക ഡെ ഡം ഗിണ്ണ ഡെ ഗം നക്ക ഡെ കം ന ഡെ കം ന ഡെ ഗം ഡെ കം ഡെ ഗം ഡെ കം ഡെ ക ന ന ഡ നന്ന ഗി ഡെ ഡെ ക നന്ന ഗി ഡെ ഡെ ക ഡെ ക നന്ന ഗി ഡെ ഡെ ക ഡെ ഗണ്ണക്ക ഡെ ക ഡെ ഗണ്ണക്ക ഡെ ക ഡെ ഗണ്ണക്ക ഡെ ഗണ്ണക്ക ഡെ ഗണ്ണക്ക ഡെ ഗണ്ണക്ക ഡെ ക ഡെ ക ഡ നന്ന ഗി ഡെ ഡെ 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 ക നന്ന ഗി ഡെ ഡെ ഗി ഡെ ഡെ ഗി ഡെ 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 ഗി ഡെ ഡെ ഗി ഡെ ഡെ ഗി ഡെ ഡെ ഗ ഡെ ഗ നന്ന ക ഡെ 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 ഗി നന്ന ക നക്ക ഡെ ഗ നന്ന ഗി ഡെ ഗ നന്ന ക ഡെ ഗി ക. ഇതാണ് കലാശം. അപ്പോൾ ഈ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടും വീണ്ടും ഒരു 14 നേർഗോല് വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നിന്ന് ഇനി പോകുന്നത് തകൃത ഘട്ടത്തിലേക്കാണ്. തകൃത ഘട്ടത്തിലേക്ക് ഘട്ടം മാറുന്നൊരു കലാശം, അതും കൂടി ഇതിൻ്റെ കൂടെ കാണിക്കാന്ന് വെച്ചിട്ടാണ്. ഘട്ടം മാറുന്ന കലാശം കൊട്ടുമ്പോൾ ഇതേ കലാശം തന്നെ എടുക്കണു. കലാശത്തിൽ മാത്രം മാറ്റം വരുന്നു. കലാശത്തിൽ മാത്രമാണ് മാറ്റം വരുന്നത്. അപ്പോൾ ആ കലാശത്തിൽ വരുന്ന മാറ്റം വലന്തല പിടിക്കുന്നതിൽ അമർത്തി പിടിക്കുന്ന തകാരം ഇല്ലാണ്ടാവുന്നുണ്ട്. പിന്നെ അവസാനം എന്ന് കൊട്ടിയത് എന്നാവും. ഈ ഒരു മാറ്റം മാത്രമേ അവിടെ ഉള്ളൂ. വലന്തല പിടിക്കുന്നതിലത്തെ മാറ്റം മനസ്സിലാവുമല്ലോ, പറഞ്ഞത് ഉൾക്കൊള്ളാലോ. ഡെ ഗം നക്കം. ഒരു കലാശം എടുത്തിട്ട് തുടങ്ങാം. ഡെ കണ ന ഡ നന്ന ഗി ഡെ ഡെ ക നന്ന ഗി ഡെ ഡെ ക ഡെ ക നന്ന ഗി ഡെ ഡെ ക ഡെ ക ഡെ ക ഡെ ക നക്ക.
താളവട്ടം മാറുന്ന കലാശം. ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നില മാറും. ഇപ്പം നമ്മൾ തകൃതഘട്ടത്തിലേക്ക് കടന്നിട്ടുള്ളൊരു താളവട്ടം കൂടിയും കൊട്ടിയാലേ കൊമ്പ് ഊതുന്ന ഭാഗം കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ താളവട്ടം കൂടിയും കൊട്ടി കാണിച്ചതാണ്.